സന്തോഷേട്ടാ നമസ്കാരം. ഇത് നമ്മൾ ഫസ്റ്റ് ഇൻക്യുബേറ്റർ വാങ്ങിയത്, പിന്നെ എൻ്റെ മോന് വാങ്ങിയത്, പിന്നെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ട്, അത് നമ്മളൊരു കസിൻ്റെ വീട്ടിലല്ലേ. പിന്നെ സന്തോഷകര കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നു. ഇത് രസം ഓടി കളിക്കുന്ന കാണാൻ. അവിടെ എത്തുന്നു, അതിൻ്റെ ഇടയിലെത്തണം. പിന്നെ അതുമാത്രമല്ല, ഇത് പറഞ്ഞാൽ ഒരു മിനിറ്റ്, ഇതൊക്കെ ഞാൻ ഇതുണ്ടോ മാർച്ച് 11 സ്റ്റാർട്ടാക്കിയത് നമ്മളെ ഇത് കച്ചവടം വിൽക്കാൻ തുടങ്ങി. കോഴിക്കുഞ്ഞിനെയും കാടക്കുഞ്ഞിനെല്ലാം ഏകദേശം ഞാൻ വിറ്റ ആ കണക്ക് എഴുതി വെച്ചത് 120, 500, 500, 1500 റുപ്യ, 300 റുപ്യ, 420 റുപ്യ, 350 റുപ്യ, 750, 400, 475, 1725, 300, 400 ഇതൊക്കെ എഴുതി വെച്ചത്. എല്ലാം കൂടി ഒരു 9000 റുപ്യയുടെ കച്ചവടം മാർച്ച് 11 മുതൽ മാർച്ച് 21 വരെ, അതായത് ഒരു 10 ദിവസം കൊണ്ടൊരു 9000 റുപ്യയുടെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇവരെ നിങ്ങളെങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പിന്നെ നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം സന്തോഷം നമ്മളെ. ഇതന്നെ നമ്മൾ ഈ റൂമെല്ലാം സെറ്റപ്പാക്കി വെച്ച് എനിക്ക് ബെഡ്റൂം. ചേട്ടാ, നമ്മുടെ സന്തോഷേട്ടൻ്റെ ഇൻക്യുബേറ്റർ നല്ല റിസൾട്ട് ഉണ്ട്. എൻ്റെ അടുത്ത് 2 ഉണ്ട്, ഒരു വലുതുണ്ട് ഒരു ചെറുതുണ്ട്. ഞാൻ ആഴ്ചക്ക് 50 മുട്ട 60 മുട്ട കയറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലുതൊന്ന് വാങ്ങിച്ച് ചെറുതൊന്നുണ്ട്. ചെറുത് ആദ്യം എൻ്റെ കയ്യിലുണ്ടോന്നുണ്ട്. അപ്പോൾ വിരിയേണ്ട സമയമായ ചെറുതിലേക്ക് വെക്കും, അതേവരെ വലുതിൽ തന്നെ ഇരിക്കും. അപ്പോൾ ആഴ്ചക്ക് വെക്കുമ്പോൾ അതിന് സൗകര്യത്തിന് വേണ്ടി വലുതെന്ന് വാങ്ങിച്ചു. ആഴ്ചക്ക് ഡബിൾ വിരിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല റിസൾട്ട് ഉണ്ട്. 2 വർഷത്തോളമായി ചെറുത് വാങ്ങിയിട്ട്, ഇപ്പോൾ 2 മാസമായി വലുത് വാങ്ങിച്ചിട്ട്. അരുൺ ഭായി നമസ്കാരം. ഇതിൽ സന്തോഷേണ്ട ഇൻക്യുബേറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതിലും നല്ല സാഹചര്യത്തിൽ നല്ല മുട്ടകളാണെങ്കിൽ സന്തോഷിൻ്റെ ഏട്ടൻ്റെ ഇൻക്യുബേറ്ററിലെ എല്ലാ മുട്ടകളും വിരിയും. കാര്യം ഞാൻ 1087 മുട്ട വെച്ചിട്ട് 3 മുട്ടയെ വിരിയാതിരുന്നിട്ടുള്ളൂ. ആ 3 എണ്ണത്തിൽ തന്നെ എൻ്റേതായ മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയാതെ. അല്ലെങ്കിൽ നല്ല ഇൻക്യുബേറ്ററാണ് അത്. നല്ലൊരു സേവനമാണ് അദ്ദേഹം ഈ കേരളത്തിലെ ഇങ്ങനെയുള്ള കർഷകർക്ക് വേണ്ടി ചെയ്യുന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മാത്രവുമല്ല, നമ്മളൊരു ഇൻക്യുബേറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങിച്ച ആളിനെ ഏതെങ്കിലും ഒരു കോഴി ഗ്രൂപ്പിൽ ചേർക്കാനും ഇതിനുള്ള എല്ലാ പ്രചോദനങ്ങളും തരികയും പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സമയത്ത് വിളിക്കാനും കഴിയും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ അടുത്ത സമയത്ത് തന്നെ മറ്റൊരാവശ്യം വന്നിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഈ സന്തോഷേട്ടൻ്റെ ഇൻക്യുബേറ്റർ വിരിഞ്ഞത് തന്നെ കുറച്ച് കരിങ്കോഴികളുടെ പൂവന്മാരെൻ്റെ കയ്യിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു. ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അന്നേരം തന്നെ എനിക്ക് ആളിനെ വിളിക്കേണ്ട ആളുടെ നമ്പർ തന്നു. അദ്ദേഹം വേറൊരാൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ ഇന്നലെ രാവിലെ ഞാൻ എൻ്റെ ആ 3 കരിങ്കോഴികളെ ഞാൻ ഇവിടുന്ന് ബുക്ക് ചെയ്ത് അയച്ചു. ഞാൻ ചോദിച്ച പൈസ എനിക്ക് കിട്ടി. സുഖമായിട്ട് ഇന്നലെ വൈകുന്നേരം, അത് വളാഞ്ചേരിയിലായിരുന്നു, ചെങ്ങന്നൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പം ഈ മാധ്യമത്തിലൂടെ, അതായത് ഈ നാടൻ കോഴി ഗ്രൂപ്പ് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ഞാൻ അതിനും സന്തോഷേട്ടന് നന്ദി പറയുന്നു. അപ്പം അരുൺ ഭായിയുടെ കോഴികൾ ഇനിയും ധാരാളം മുട്ടയിടട്ടെ, മുട്ടകളെല്ലാം വിരിയട്ടെ. ബാക്കിയുള്ള എല്ലാ അംഗങ്ങൾക്കും ഇതൊരു പ്രചോദനവുമാവട്ടെ. നല്ല കാര്യം. താങ്ക് യു. 41, പിന്നെ അതിൽ 38 എണ്ണം വിരിഞ്ഞ്. സന്തോഷേട്ടാ, 20 മുട്ട വെച്ചതിൽ ടർക്കി മുട്ട വെച്ചതിൽ 19 ടർക്കി മുട്ടകളും വിരിഞ്ഞിട്ടാ. താങ്ക് യു. ഹലോ, ഗ്രൂപ്പിലെ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത. ഞാൻ 21 ദിവസമായി നമ്മുടെ സന്തോഷ് ചേട്ടൻ്റെ ഇൻക്യുബേറ്റർ മേടിച്ച് ഞാൻ എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. ഞാൻ 100 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. 100 മുട്ടയിൽ 91 മുട്ട വിരിഞ്ഞു. 91 മുട്ട വിരിഞ്ഞു 100 മുട്ട വെച്ചതിൽ. അപ്പോൾ 9 മുട്ട എൻ്റെ കോഴിമുട്ട പോയുള്ളൂ. നമ്മുടെ നാടൻ കോഴിയുടെ മുട്ട തന്നെയാണ് വെച്ചത്, നമ്മുടെ വീട്ടിലുണ്ടായ മുട്ട തന്നെയാണ് വെച്ചത്. അപ്പോൾ ഗ്രൂപ്പിലെ എല്ലാവരോടും സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. ഇന്നത് ഇടാൻ പാടുമോ എന്നുള്ളത് എനിക്കറിയില്ല, എങ്കിലും ഒരു സന്തോഷമല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്നത് ഗ്രൂപ്പിലിട്ടേക്കണം.
അപ്പം നമ്മുടെ സന്തോഷേട്ടനും പ്രത്യേക നന്ദി. സന്തോഷേട്ടൻ തന്ന ഇൻക്യുബേറ്റർ ഉപകാരപ്രദമായി. ഇന്നിപ്പോൾ വേറെ 100 മുട്ട വയ്ക്കാനുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് വയ്ക്കില്ല, ഇന്ന് ഇൻക്യുബേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ ഇൻക്യുബേറ്ററിൽ വയ്ക്കാൻ പോകണു. 100 മുട്ടയും കൂടി നാളെ വയ്ക്കാൻ പോകണു. അത് പുറമേയുള്ള ഒരാളുടെയാണ്. ഇന്ന് വെച്ച് വിരിഞ്ഞത് ഞാൻ വെച്ച മുട്ടയാണ്, എനിക്ക് വേണ്ടി വെച്ച മുട്ടയാണ്. ഓക്കെ. നമ്മൾ സന്തോഷേട്ടാ, പിന്നെ ഇതിപ്പോൾ സന്തോഷേട്ടനെന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ സന്തോഷേട്ടൻ എനിക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇൻക്യുബേറ്റർ വെറുതെ തരാമെന്ന് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഈ കമൻറ്റ് എടുക്കണേ. ഞാൻ സന്തോഷേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇൻക്യുബേറ്റർ വാങ്ങി എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ നാട്ടിൽ CPIയുടെ ഞങ്ങളുടെ നാട്ടിൽ വഴിക്കടവ് ലോക്കൽ കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. AIYF എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്, CPIയുടെ യുവജന സംഘടന. അതിനെ പിന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അങ്ങ്. AIYFൻ്റെ നിലമ്പൂർ മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഞാൻ. സോഷ്യൽ മീഡിയേൻ്റെ മലപ്പുറം ജില്ലയിലെ കോർഡിനേറ്ററാണ് CPIൻ്റെ. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം നിങ്ങൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നിട്ട് വെറുതെ ഞാൻ അടുത്ത് വാങ്ങാതെ നിങ്ങൾക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തരേണ്ട ഒരു കാര്യം എനിക്കില്ലല്ലോ. നിങ്ങളോട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ എനിക്കും. പക്ഷെ ഞാനിത് വാങ്ങി നിങ്ങളുടെ അടുത്ത് എനിക്ക് അതിൻ്റെ അനുഭവം കൊണ്ട് എത്രണ്ണം വിരിഞ്ഞു എന്നുള്ളതല്ല, നിങ്ങളെ ഇടപെടലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങളെ അതിന് ശേഷമുള്ള സമീപനം, ഇതൊക്കെയാണ് ഞാൻ ഇതിൽ നോക്കിയിട്ടുള്ളത്. എനിക്കതിൽ പൂർണ്ണ തൃപ്തനാണ് ഞാൻ, പൂർണ്ണ സന്തോഷവാനാണ് ഞാൻ. അതാണ്. അപ്പം ഹലോ സന്തോഷേട്ടാ, നമസ്കാരം. നൗഫലാണ്. പിന്നെ ഏതായാലും മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളെ കോഴിക്കുഞ്ഞ് ഏകദേശമൊക്കെ ഫുള്ള് പിരിഞ്ഞു. നമ്മൾ 82 മുട്ട വെച്ചിട്ട് 78 പീസ് വിരിഞ്ഞു. വെറും 4 പീസ് മുട്ട മാത്രമേ പോയിട്ടുള്ളൂ. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇൻക്യുബേറ്റർ വളരെ ഉഷാറാണ്. ഇൻഷാ അല്ലാ എനിക്കൊന്നും കൂടി വേണം, ഏതായാലും ഒരു ഇൻക്യുബേറ്റർ കൂടി വേണം. അതിൽ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നൊക്കെ ഏകദേശമൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൊത്തം ആകെ 4 പീസ് മുട്ടയാണ് പോയിട്ടുള്ളൂ. ബാക്കി മൊത്തം വിരിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ ചെറുകുന്ന് ദേശത്താണ് ഞാൻ ഈ ഇൻക്യുബേറ്ററിനെ കുറിച്ച് അറിഞ്ഞത്. യൂട്യൂബിൽ കണ്ടിട്ടാണ്. അപ്പം ഞാൻ സന്തോഷേട്ടനെ വിളിച്ചു ഞാൻ. അപ്പോൾ ആൾ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ കണ്ണമ്പ്രയിലാണ്. അപ്പം ഞാൻ ആൾക്ക് പൈസ അയച്ചു കൊടുത്ത് ഇൻക്യുബേറ്റർ തന്നെ കൊറിയറിൽ ആൾ അയച്ചു തന്നു. 500 മുട്ട വെച്ചാൽ ഒരു 400-450 മുട്ട വിരിഞ്ഞിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ആൾക്കൊന്ന് വാട്സപ്പ് ചെയ്യുക, ഫോൺ ചെയ്ത് ആളെടുക്കും. ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നിർദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇൻക്യുബേറ്റർ അയച്ചു തരും. ആൾക്ക് നമുക്ക് വേണ്ട നിർദ്ദേശമൊക്കെ തരും. ആളാണ് മുട്ട ഇവിടെ നിന്ന് മേടിക്കാനോ കൊത്തുമുട്ട ഇവിടെ നിന്ന് മേടിക്കാനൊക്കെ ആളെന്നെ പറഞ്ഞു തരും.